ഹായ്. രമേശ് സാറിന്റെ ആ മൈൻഡ് സെറ്റിലൂടെയാണ് ആശി ചിന്തിക്കുന്നത്. അങ്ങനെ ആർക്കൊന്നും പറ്റൂലെങ്കിൽ എന്തിനാണ് ഗരുഡ മോളുടെ അകത്ത് വെളിയിൽ പൊട്ടിക്കുന്നത്, താൻ അകത്ത് പൊട്ടിച്ചോന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന ആളാണ്. അപ്പോൾ അയാൾക്ക് അതിന്റെ സ്ട്രഗിൾ അറിയാം, അയാൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാം. ആൾക്കാർ കാണിക്കുന്നത് ആ സ്നേഹമാണെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണ്, നല്ല തിരിച്ചറിവുള്ള ഒരാളാണ്. ലാസ്റ്റ് ആകുമ്പോൾ അവർ അങ്ങനെ പറയാൻ തുടങ്ങി, ഇനി നമ്മൾ നനയണമെങ്കിൽ നിങ്ങളും നനയണം. അപ്പൊ എന്നെ ഇവർ ആദ്യം എന്നെ നനയ്ക്കും. തമാശ മായ്ച്ചടാ. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് നടനും സംവിധായകനുമായ ശ്രീ മൃദുൽ സാറാണ്. സർ ഹായ്. സർ, എങ്ങനെയാണ് ഈ ഡയറക്ഷൻ ഫിലിം മേക്കിംഗ് എന്നുള്ള ഒരു ഫീൽഡിലേക്ക് വന്നത്? സർ പാഷനേറ്റ് ആയിട്ടാണോ അതോ ലൈക്ക് ബൈ ആക്സിഡൻ്റലി ഫിലിം എന്നുള്ള ഒരു ഫീൽഡിലേക്ക് വന്നതാണോ? അല്ല, ചെറുപ്പം മുതലേ സിനിമയോട് ഭയങ്കര ഒരു താല്പര്യം ഉണ്ടായിരുന്നു. കാരണം പണ്ട് ഐ തിങ്ക് ലേറ്റ് മിഡ് 90s എൻ്റെ വീട്ടിൻ്റെ ഭാഗത്ത് ഫസ്റ്റ് ടി വി വരുന്നത് എൻ്റെ വീട്ടിലാണ്. അപ്പം വൈകുന്നേരം ആകുമ്പം എല്ലാവരും ടി വി കാണാൻ വരും. അപ്പോൾ ആ സമയത്ത് തന്നെ ദൂരദർശനിലും ഇതിലൊക്കെ വരുന്ന സിനിമകൾ കാണുമായിരുന്നു. അപ്പം ഞാൻ KVയിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് ഹിന്ദി സിനിമകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം സിനിമകൾ കാണുമായിരുന്നു. പിന്നെ എൻ്റെ അങ്കിള് സിനിമാറ്റോഗ്രാഫറാണ്. പുള്ളി ബോളിവുഡിൽ ഡോൺ, തലാഷ്, അന്ധാധുനൊക്കെ ചെയ്ത KU മോഹനൻ സാറ്. അപ്പം പുള്ളി ചെറുപ്പം മുതലേ ട്രൈപോഡും ക്യാമറയൊക്കെ എടുത്ത് നടക്കാറുമ്പോൾ അതിനൊരു പുള്ളീൻ്റെ വേഷവും പുള്ളീൻ്റെ ലുക്കും ഒക്കെ വേറെയാണ്. അപ്പം ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഐ വാസ് ക്ലിയർ ദാറ്റ് ഐ വോണ്ട് ടു ബിക്കം എ ഫിൽം മേക്കർ. സോ അങ്ങനെ സിനിമയിലേക്ക് വന്നതാണ്. സോ ഞാൻ നിങ്ങളൊക്കെ പഠിച്ച പോലെ ജേർണലിസമാണ് പഠിച്ചത്, ജേർണലിസം ആൻഡ് മാസ് കോം. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ VK പ്രകാശ് എന്ന് പറഞ്ഞൊരു ആഡ് ഫിലിം ഡയറക്ടറിനെ അസിസ്റ്റ് ചെയ്തു. ആദ്യം പുള്ളീൻ്റെ പ്രൊഡ്യൂസറായിരുന്നു. പിന്നെ ഒരു 10-200ഓളം ആഡ് പുള്ളിക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഐ സ്റ്റാർട്ടഡ് ഡയറക്റ്റിംഗ്. ചെറിയ ആഡ് ഫിലിംസ് ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ BTech സംഭവിച്ചു. സോ ഐ ബിക്കം എ ഡയറക്ടർ. സാർ പറഞ്ഞല്ലോ, സാറിൻ്റെ പല ഇൻ്റർവ്യൂവിലും സാർ പറഞ്ഞിട്ടുണ്ട് VKP സാറിനെ പറ്റിയിട്ട്. അപ്പോൾ സാറിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? സാർ പറയുന്ന ഒരുപാട് സാറിനെ പറ്റിയിട്ടുള്ള കോട്ടുകളൊക്കെ സാർ പല ഇൻ്റർവ്യൂവിലും കോട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. സോ ഈ ക്വിൻറ്റൻ ടാരന്റീനോ പറയുന്ന ഒരു വാക്കുണ്ട്, ഐ ഡിഡ്ന്റ് ഗോ ടു ഫിലിം സ്കൂൾസ്, ഐ വെന്റ് ഫോർ ഫിലിംസ്. സോ സെയിം ആണ്. നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ സിനിമകൾ കണ്ടു. സോ ഞാനൊരു ഫിലിം സ്കൂളിൽ പഠിച്ചില്ല. സോ വെൻ ഐ വെന്റ് ടു VKP ആ സമയത്ത് ഒരേ സമയം സിനിമയും അഡ്വർടൈസ്മെൻറ്റും ചെയ്യുന്ന ഒരാളായിരുന്നു. സോ ഐ ഗോട്ട് എക്സ്പോസ് ടു ബോത്ത്. അപ്പം പുള്ളി ഭയങ്കര ഫ്രീഡം തരുന്ന ഒരു ഡയറക്ടറാണ്. അതായത് ഇപ്പം സർ ഒരു പരസ്യം വരുന്നു അല്ലെങ്കിൽ ഒരു സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മളിപ്പം VKP പറയുന്നത് ഇതിങ്ങനെയാണ് ഒരു പരിപാടി. അപ്പം ചിലപ്പോൾ ഞാൻ ലാസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കും. അപ്പോൾ ഞാൻ സർ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ചെയ്താലോ അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്താലോ, അത് അടിപൊളിയാടാ, അങ്ങനെ ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായി ആ സമയത്ത്. അതായത് ഞാൻ പറയുന്നൊരു 10-15 വർഷം മുമ്പ്, 10 വർഷം മുമ്പ് ഒരുപാട് ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗം വന്നിട്ടുണ്ടായില്ല. സോ ഞാനൊക്കെ സിനിമയിൽ വന്ന സമയത്ത് നമ്മൾ ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ ഐ ഗോട്ട് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഒരുപാട് വലിയ വലിയ ടെക്നീഷ്യൻസിനോട് വർക്ക് ചെയ്യാൻ പറ്റി. അതാണ് ഈ പരസ്യത്തിലും സിനിമയിലും വർക്ക് ചെയ്യുന്നതിൻ്റെ ഗുണം. ഒരേ സമയം നമ്മളൊരു 30 സെക്കൻഡിൽ കഥ പറയുന്ന പരിപാടിയും ചെയ്യുന്ന, ഒരു 3 മണിക്കൂറിൽ ചെയ്യുന്ന പരിപാടിയും ചെയ്യുന്നു. സോ VKP വാസ് മൈ സ്കൂൾ. VKP എനിക്ക് മാത്രമല്ല, VKPനോട് ഇപ്പം കിങ് ഓഫ് കൊത്ത ഡയറക്റ്റ് ചെയ്ത അഭിലാഷ് ജോഷി, ലിജോ സാറ് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രകാശ് വർമ്മ, വിനിൽ മാത്യു എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ ആഡ് ഫിലിം മേക്കേഴ്സും ഡയറക്ടേഴ്സും പുള്ളീൻ്റെ സ്കൂളിൽ നിന്ന് വന്നതാണ്. അപ്പം VKPൻ്റെ ആക്ച്വലി ഒരു നല്ല ഫിലിം സ്കൂളാണ്. നമ്മൾ എത്ര തിയറി പഠിച്ചാലും നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്നതിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. സോ അങ്ങനെ എനിക്കൊരു 10 വർഷത്തെ സ്കൂളിങ് അവിടെ ഞാൻ ഐ തിങ്ക് ഐ സ്റ്റേഡ് വിത്ത് ഹിം ഫോർ ഓൾമോസ്റ്റ് 10 years. സോ ആ 10 yearsൽ ഇവോൾവ് ചെയ്ത് വന്നതാണ്. നമ്മൾ പല കാര്യങ്ങളും പഠിച്ചും നമ്മൾ R&D ചെയ്തും നമ്മൾ തെറ്റ് പറ്റിയും നമ്മൾ റെക്ടിഫൈ ചെയ്ത് അങ്ങനെയാണ് ഫിലിം മേക്കർ ആവുന്നത്. ഓക്കെ. പിന്നെ സാർ പറഞ്ഞല്ലോ സാറിൻ്റെ ഫസ്റ്റ് മൂവിയാണ് BTech എന്ന്. BTechൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് വരുന്നത് ഒരു കൂളായിട്ട് ലൈക്ക് ഒരു കോളേജ് വൈബ്, ബാംഗ്ലൂരിൻ്റെ ഒരു ലൈഫ് കാണിക്കും. പിന്നെ വെൽ കമ്മിങ് ടു സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അതിൽ ഫുള്ള് ഒരു മുസ്ലിം പ്രൊട്ടസ്റ്റ് അങ്ങനെ ആ ഒരു രീതിയാണല്ലോ. അപ്പോൾ ഓൾറെഡി ടീം അങ്ങനെ ഇതാക്കിയതാണോ അതോ മൂവി അങ്ങനെ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ടൈമിൽ ഒരു ചേഞ്ച് വന്നതാണോ? അല്ല, ആക്ച്വലി BTech എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ബേസ് കഥയുണ്ടായിരുന്നു. ഹൗഎവർ അതിനൊരു ഷേപ്പോ അല്ലെങ്കിൽ അത് എങ്ങനെ പോകും അല്ലെങ്കിൽ അതിൻ്റെ ഒരു നരേറ്റീവ് എങ്ങനെയായിരിക്കും എന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തൊരു ഫിലിം മേക്കറാണ് രാജ്കുമാർ ഹിറാണിയും രാകേഷ് ഓംപ്രകാശ് മേഹ്റ. അപ്പം രംഗ് ദേ ബസന്തി, അതേപോലെ 3 Idiots ഒക്കെ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്ത 2 സിനിമകളാണ്. അപ്പം ഇതേപോലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് എനിക്ക് ഈ 2 സിനിമകളും വലിയ റെഫറൻസുകളായിരുന്നു. പിന്നെ ഇതിൻ്റെ മെയിൻ ആ മുസ്ലിം ടെററിസം വരുന്ന ഒരു ദിവസം നമ്മളവിടെ ബാംഗ്ലൂർ ഒരു ചായക്കടയുണ്ട്, സ്ഥിരമായി പോയി ചായ കുടിക്കുന്നത്. അവിടെ ഇരിക്കുമ്പം
ഒരു അറബി പയ്യനെ, ഐ തിങ്ക് ഹിസ് നാഷണാലിറ്റി വാസ് സൗദി അറേബ്യ ഓർ ബഹ്റിൻ ഓർ സംതിങ്. അപ്പോൾ ഇവനെ പെട്ടെന്ന് കുറച്ച് പോലീസുകാർ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് അവൻ്റെ ഇൻ്റർനെറ്റ് ദ വാസ് സം ഇഷ്യൂ, അവനെന്തോ ടെററിസ്റ്റ് ഇഷ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ആരും അവനെ കണ്ടിട്ടില്ല. സോ അവിടെ നിന്നാണ് എനിക്ക് ആ സ്പാർക്ക്, ജസ്റ്റ് ബിക്കോസ് ഹിസ് നെയിം വാസ് ലോങ് ആൻഡ് ഇറ്റ് വാസ് എ പ്രോപ്പർ ഇസ്ലാമിക് നെയിം. സോ അത് വെച്ചിട്ടാണ് അവനെ അറസ്റ്റ് ചെയ്തതെന്നാണ് കേട്ടത്. സോ അവിടെ നിന്നാണ് എനിക്ക് ആ സ്പാർക്ക് കിട്ടുന്നത്. ലൈക്ക് ദ ഹോൾ ടെററിസം ആംഗിൾ കെയിം ലേറ്റർ. പിന്നെ അത് നമ്മളൊരു 5-6 വർഷം ഇരുന്ന് പണിയെടുത്തിട്ട് ഉണ്ടാക്കിയ സ്ക്രിപ്റ്റാണ്. ഓക്കെ. അപ്പോൾ ഈ മൂവി ഡയറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ സാറിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോട്ട് വരുമ്പോൾ തന്നെ ആസിഫിലും അർജുൻ അശോകനാണല്ലോ മെയിൻ ക്യാരക്ടേഴ്സ്. ലൈക്ക് മുന്നേ തന്നെ അവരെ സാറ് മനസ്സിൽ കണ്ടിരുന്നോ അതോ? ഞാൻ എന്ത് തോട്ട് എൻ്റെ മനസ്സിൽ വരുമ്പോഴും അത് എപ്പോഴും ആസിഫ് അലി ആയിരിക്കും. കാരണം ഹീ ഈസ് മൈ വെരി ക്ലോസ് ഫ്രണ്ട്. എനിക്ക് പറയാൻ വേണ്ടി വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. സോ ഞാൻ അതിന് ശേഷം എഴുതിയ കഥകളാണെങ്കിലും അല്ലെങ്കിൽ അതിന് മുമ്പ് പിച്ച് ചെയ്ത കഥകളാണെങ്കിലും, കാരണം നമ്മൾ എഴുതുന്ന കഥകളിൽ എപ്പോഴും നമ്മുടെ ഒരു ഷെയ്ഡ് എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോൾ എൻ്റെ പ്രായം അല്ലെങ്കിൽ എൻ്റെ ഒരു റിഫൈൻഡ് വേർഷൻ ആയിരിക്കും ആസിഫ് എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. അപ്പോൾ ആസിഫ് ഈസ് ഓൾവേസ് ദെയർ. അർജുനെ എനിക്ക് ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ആ സിനിമയിലേക്ക് കിട്ടിയത്. ആക്ച്വലി ഇറ്റ് വാസ് അനദർ ആക്ടർ. നമ്മൾ ആ ആക്ടറിന് ഓൾമോസ്റ്റ് അഡ്വാൻസും കൊടുത്ത് എല്ലാം സെറ്റായി. അപ്പോൾ അയാളുടെ ഡേറ്റ് മാറി. അങ്ങനെ ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുമ്പം ഞാനും ആക്ടേഴ്സ് അനുമോളും കൂടി ഇങ്ങനെ ഇരുന്ന് ഒരു സ്ഥലത്ത് ചായ കുടിക്കായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ്ലി അർജുൻ അശോകൻ കെയിം ദർ. അപ്പോൾ അയാൾ അങ്ങനെ സിനിമയൊന്നും ചെയ്തിട്ടില്ല. ഐ തിങ്ക് പറവ എന്തോ ചെയ്തിട്ട് റിലീസായിട്ടുമില്ല. അപ്പോൾ നിൽക്കുമ്പോൾ ഇവനിങ്ങനെ വന്ന് എന്നെ പരിചയപ്പെട്ടു. അപ്പം ഭയങ്കര സംസാരിച്ച് പോയി. അതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ അനുവിനോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ ഈ ക്യാരക്ടറിന്, ആസാദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു സ്മൈൽ ഉണ്ടായേക്കെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അർജുൻ വന്ന് എന്നോട് സംസാരിച്ചു. ഒരു 5 മിനിറ്റ് സംസാരിച്ച് അർജുൻ പോയി കഴിഞ്ഞപ്പോൾ അനു എന്നോട് പറഞ്ഞു, എടോ ഇയാളല്ലേ താൻ പറഞ്ഞ ആസാദ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും കൂടി റീവൈൻഡ് ചെയ്ത് ചിന്തിച്ചപ്പം അയാളുടെ ഒരു ഇന്നസെൻസും അയാളുടെ ആ ഒരു ചിരിയും ഒക്കെ ഭയങ്കര രസമായി തോന്നി. അങ്ങനെ ഒരു അർജുൻ തന്നെ നമ്മളെന്നെ ഭയങ്കര ഒരു ക്ലോസ് ഫ്രണ്ട്. അങ്ങനെ 2 പേരായിരുന്നു ലാസ്റ്റ് മൊമെൻറ്റിൽ. അങ്ങനെ ഞാൻ ടോസ് ഇട്ടപ്പം മറ്റേ ആക്ടറിന് വീണു. പക്ഷെ എൻ്റെ ഗട്ട് ഫീൽ എന്നോട് പറഞ്ഞു കോൾ അർജുൻ. അങ്ങനെ ഞാൻ അർജുനെ വിളിച്ചിട്ടാണ് അർജുൻ ആ ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നെ അതിൽ ആ ഒരു ബോംബ് വരുന്ന ആ ഒരു ബോംബ് ഇട്ടിട്ട് ഹോളായിട്ട് ബ്ലാസ്റ്റ് ചെയ്യുന്ന ആ ഒരു സീൻ ഉണ്ടല്ലോ, അതെടുക്കുമ്പോൾ സാറ് എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്? ലൈക്ക് ഹോൾ ബാംഗ്ലൂർ. അത് അവിടെയും അഗൈൻ ഐ വുഡ് ലൈക്ക് ടു കോട്ട് ഫ്രണ്ട്സ്. കാരണം ഞാൻ ആ സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ, അല്ലെങ്കിൽ ആ സിനിമേൻ്റെ ബേസിക് പ്ലാനിങ് നടത്തിയ സമയത്ത് മഹേഷ് നാരായണനായിരുന്നു എൻ്റെ എഡിറ്റർ. മനോജ് കുമാർ ഖട്ടോയ് എന്ന് പറഞ്ഞൊരു ബോളിവുഡ് ക്യാമറമാൻ അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആസിഫ് ഇവരെല്ലാവരും എന്നോട് പറഞ്ഞു നിനക്ക് പ്രാന്താണ്, ഇത് ചെയ്യാൻ പാടില്ല, ഇത് ഈ ബോംബ് ബ്ലാസ്റ്റൊന്നും അങ്ങനെ ഒരു സിറ്റീൻ്റെ നടക്കോ അല്ലെങ്കിൽ ഒരു ടൗണിലോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല, അത് വല്ല സ്റ്റുഡിയോൻ്റെ മൂലയ്ക്ക് എവിടെയെങ്കിലും പോയിട്ട് സെറ്റ് ഇട്ടിട്ടൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ബാംഗ്ലൂരിൽ ആ സമയത്ത് ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയിലുള്ള നമ്മുടെ എൻ്റെ ആസിഫിനൊക്കെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു മുഹമ്മദ് ഹാരിസ് നാലപ്പാട് എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ എനിക്കൊന്നിപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പം ഞാനിങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ ഷൂട്ട് ചെയ്യുന്നത് ബ്രിഗേഡ് റോഡിലാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ക്യാമറ വെച്ചപ്പോൾ തന്നെ അവിടുത്തെ ഓട്ടോക്കാരൊക്കെ ചോദിച്ചു, സാർ ആപ്കോ ഇതർ പെർമിഷൻ കേസേ മില്ല, ഇവിടെ ഒരാഴ്ച മുമ്പ് വരുൺ ധവാൻ്റെ സിനിമയ്ക്ക് വന്നിട്ട് അവർക്ക് പെർമിഷൻ കൊടുത്തില്ലല്ലോ. അപ്പോൾ ആക്ച്വലി ഇറ്റ് ഇസ് മൈ ഫ്രണ്ട്സ് ഹു സപ്പോർട്ടഡ് മീ. അപ്പം ഞാൻ ഈ മുഹമ്മദിനെ വിളിച്ച് ചോദിച്ചു ഈ ഷൂട്ടിൻ്റെ രാവിലെ, മുഹമ്മദ് ഇങ്ങനെ എല്ലാവരും ഷൂട്ട് ചെയ്യാൻ പാടില്ല പറയണം, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അവൻ എന്നോട് കാസർഗോഡ് ഭാഷ ചോദിച്ചു, ബ്രോ ആയിരിക്കെങ്കിലും എന്തെങ്കിലും പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ഇല്ല ബ്രോ, സേഫ്റ്റിയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ആർക്കൊന്നും പറ്റൂല്ലെങ്കിൽ എന്തിനാണ് ഗരുഡ മോളുടെ അകത്ത് വെളിയിൽ പൊട്ടിക്കുന്നത്, താൻ അകത്ത് പൊട്ടിച്ചോന്ന് പറയും. അതെനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. സോ ഹരിശ്രീ അശോകൻ സാറും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് രാവിലെ. പുള്ളിക്കും കുറച്ച് നെർവസ് ആയിരുന്നു, കാരണം അർജുൻ്റെ ഒരു ബോംബ്ലാ സീൻ എടുക്കാൻ പോകുന്നു. പക്ഷെ നമ്മളത് ഭയങ്കര ഈസി ആയിട്ട് ഷൂട്ട് ചെയ്തു. ഞാൻ ഇന്ന് ഓർക്കുന്ന ആ ഷോട്ട് കഴിഞ്ഞപാടും ആ ബ്ലാസ്റ്റ് കഴിഞ്ഞപാടും ഒരു ജി വാഗണിൽ ഈ മുഹമ്മദ് ഹാരിസ് നാലപ്പാടും പുനീത് രാജ്കുമാറും, മരിച്ചുപോയ പുനീത് രാജ്കുമാർ അവിടെ വന്നിട്ടുണ്ടായി. അപ്പോഴാണ് അവിടുത്തെ ഏകദേശം ഒരു 100-150 ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടായി. അന്നാണ് ഈ പുനീത് രാജ്കുമാർ വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായി, ഓക്കെ നമ്മളെന്തോ കാര്യമായിട്ടുള്ള പരിപാടിയായി ചെന്ന് മലയാള സിനിമയിൽ കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ളത്. കാരണം ഹീ കെയിം ആൻഡ് ഹീ ഗോട്ട് ഡൗൺ ആൻഡ് ഹി വെന്റ് ആൻഡ് ഹഗ്ഡ് ആസിഫ്. ഇനി കാസർഗോഡ് മൂവിക്ക് പോവാം. അപ്പോൾ ലൈക്ക് സാർ ഒരു 5 years ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ലൈക്ക് രണ്ട് ആസ്പെക്ട്സ് ഓഫ് സ്റ്റോറീസ് അല്ലേ വരുന്നത്? അപ്പോൾ എങ്ങനെയാണ് കാസർഗോഡ് എന്നുള്ള ആ ഒരു തീമിലേക്ക് കാസർഗോഡിലേക്ക് വന്നു വെച്ചാൽ, ഞാൻ ആക്ച്വലി ഈ ഗ്യാപ്പ് നമ്മൾ പ്ലാൻ ചെയ്തെടുത്തൊന്നുമല്ല, ഗ്യാപ്പ് ആയി പോകുന്നതാണ്. ഇപ്പോൾ ഒരു സിനിമ വർക്കായി, ഇറ്റ് ഈസ് വെരി ഈസി ടു ഡീൽ സക്സസ്, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഡീൽ ഫെയിലിയർ, ഐ മീൻ ഫോർ മീ അറ്റ്ലീസ്റ്റ്. സോ ബിടെക്കിൻ്റെ ഒരു സക്സസ് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ ആൾക്കാർ വന്ന് നമ്മളോട് ബ്രോ അടുത്ത പടം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് സ്ക്രിപ്റ്റ് ഓർ ദ റൈറ്റ് സ്റ്റോറി. അങ്ങനെ നമ്മളൊരു 1.5 വർഷം കഴിയുമ്പോഴേക്കും ഞാൻ ഒരു തട്ടും വെള്ളാട്ടം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫിലിം അനൗൺസ് ചെയ്തു. അതൊരു തെയ്യം ബേസ് ആയിട്ടുള്ളൊരു ഫിലിമാണ്. അപ്പോൾ അത് 2018 ബിടെക്ക് റിലീസായി. 2020 ജനുവരി 1 തട്ടും വെള്ളാട്ടം റിലീസ് ചെയ്ത്.
പിന്നെ ഇപ്പം എല്ലാവരും ഒ ടി ടി വെബ് സീരീസ് എന്നൊക്കെ പറയുന്നത്. എനിക്കൊന്ന് 2019 ഐ ഡിഡ് മലയാളംസ് ഫസ്റ്റ് വെബ് സീരീസ് കോൾ ഇൻസ്റ്റാഗ്രാമും. പക്ഷേ അന്നേരം നമ്മൾ ഈ സീരീസുമായിട്ട് ആമസോണിലും നെറ്റ്ഫ്ലിക്സിലൊക്കെ പോകുമ്പം ദേവർ അന്നേരം ഹിന്ദി സീരീസ് പോലും വന്ന് തുടങ്ങുന്നുണ്ടായിട്ടുള്ളൂ. സോ ഇറ്റ് വാസ് മച്ച് എഹെഡ്. അപ്പോൾ അവരൊന്നും ഒരു സീരീസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല, ഒരു ദിവസം വരും വെൻ വിൽ കമ്മീഷൻ മൾട്ടിപ്പിൾ സീരീസ് ഇൻ മലയാളം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഹോട്ട്സ്റ്റാറിലൊക്കെ 3ാമത്തെ സീരീസൊക്കെ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം. അത് കഴിഞ്ഞിട്ട് ഐ അനൗൺസ് തട്ടുമള്ളാട്ടം, അതൊരു തെയ്യം ബേസ്ഡ് സിനിമയായിരുന്നു. അപ്പം ലോക്ക്ഡൗൺ വന്നു, പിന്നെ അതൊരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്, അപ്പോൾ അതൊന്ന് ഹോൾഡായി. അത് കഴിഞ്ഞിട്ട് ഡ്യൂറിങ് ലോക്ക്ഡൗൺ മീ ആൻഡ് ആസിഫ് പ്ലാൻ ഫോർ അനദർ ഫിലിം. അതും എന്തൊക്കെയോ കാരണങ്ങളെല്ലാം നടന്നില്ല. പിന്നെ അങ്ങനെയാണ് അപ്പം സെക്കൻഡ് ലോക്ക്ഡൗണിൽ ചെയ്യാൻ വേണ്ടിയിരുന്ന ഒരു ചെറിയ സബ്ജക്റ്റ് ആയിരുന്നു കാസർഗോഡ്. പിന്നെ ഇവൻച്വലി അത് അന്നേരം നടന്നില്ല, ആസിഫിൻ്റെ ഡേറ്റും ബാക്കി പ്രശ്നങ്ങളൊക്കെ നടന്നില്ല. പിന്നെ ഇവൻച്വലി ദാറ്റ് ബിക്കേം എ ബിഗർ ഫിലിം. അങ്ങനെയാണ് കാസർഗോഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മനഃപൂർവ്വം അല്ലെങ്കിൽ വേണമെന്ന് വെച്ചാൽ ഒരു 5 വർഷത്തെ ഗ്യാപ്പ് എടുക്കണം എന്ന് വെച്ചാൽ എടുത്തില്ല. വി ആർ ലൈക്ക് ഫിലിം മേക്കേഴ്സ്. നമുക്ക് എപ്പോഴും എല്ലാ ദിവസവും പണിയെടുക്കാൻ പറ്റിയ അത്രത്തോളം ഭാഗ്യം അല്ലെങ്കിൽ അത്രത്തോളം സന്തോഷം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അങ്ങനെ പിന്നെ കാസർഗോഡിൻ്റെ മൂവിയിലുണ്ടാകുന്ന ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് സീനില്ലേ, ഫൈറ്റ്, അത് സാർ ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു സാറിൻ്റെ ഒരു എക്സ്പീരിയൻസും അതിൽ അഭിനയിച്ച ആൾക്കാരുടെ എക്സ്പീരിയൻസും? കാരണം ഇൻ്റർവ്യൂവിൽ ആസിഫ് അലി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടാണ്, നല്ല മഴയൊക്കെ നനഞ്ഞ് ഒരുപാട്. അതെ, അത് കാരണം അത് ഷൂട്ട് ചെയ്തത് കണ്ണൂർ ജില്ലയിൽ ജോസ്ഗിരി എന്ന് പറഞ്ഞൊരു മലയോര പ്രദേശത്താണ്. അപ്പോൾ ഒരു പോയിന്റ് വരെ റോഡ് ആക്സസ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ജീപ്പിലും അല്ലെങ്കിൽ നടന്നിട്ടൊക്കെ കയറണം. ഒരു പോയിന്റ് കഴിഞ്ഞാൽ ജീപ്പും പോകില്ല, പിന്നെ നമ്മൾ നടക്കണം, ട്രക്ക് ചെയ്യണം. അപ്പോൾ ഈ സാധനങ്ങളും ഇതെല്ലാം നമ്മളൊരു ദിവസം രാവിലെ ഒരു 8 മണിക്കൊക്കെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു 7 മണിക്ക് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയാൽ ഇവിടെ വന്ന് സെറ്റിൽ ആകുമ്പോഴേക്ക് 11 മണിയാവും. ഒരു വൈകിട്ട് ഒരു 3-4 മണിയാകുമ്പോഴേക്ക് ഇവിടെ മഴ അല്ലെങ്കിൽ ഫോഗ് വരാൻ തുടങ്ങും. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ആസി എന്ന് പറഞ്ഞ പോലെ ക്ലൈമാക്സ് ഫുൾ മഴയത്തായിരുന്നു. അപ്പം ഈ അവിടെ വൈകുന്നേരമൊക്കെ ആകുമ്പം സാധാരണ ടൈം തന്നെ ഒരു 8-9 ആവും ടെമ്പറേച്ചർ. അപ്പോൾ അതിൻ്റെ മേലെ കൂടെ ഫോഗ് ഉണ്ടാവും, അതിൻ്റെ മേലെ കൂടെ ഇവരെ നനയിപ്പിക്കും. അപ്പം ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അടുത്ത ഷോട്ടിൻ്റെ ഇടയിലേക്ക് ഒരു അരമണിക്കൂർ ഉണ്ടാവും. അപ്പോൾ ഈ പാവങ്ങൾ ഫുൾ ടൈം നനഞ്ഞിരിക്കും. ലാസ്റ്റ് ആകുമ്പോൾ അവരങ്ങനെ പറയാൻ തുടങ്ങി, ഇനി നമ്മൾ നനയണമെങ്കിൽ നിങ്ങളും നനയണം. അപ്പോൾ ഇവർ ആദ്യം എന്നെ നനയ്ക്കും. ഇനി വരാൻ പോകുന്ന മൂവീസ് എന്തൊക്കെയാണ്? ഇനി ഈ തട്ടുമുള്ളാട്ടം എന്നുള്ള സിനിമ വളരെ സീരിയസ് ആയിട്ട് അതിൻ്റെ പരിപാടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ രാകേഷ് മൺതോടി എന്ന് പറഞ്ഞിട്ട് വിനീത് ശ്രീനിവാസനൊക്കെ ഒരു കസിൻ ബ്രദർ ഉണ്ട്. ഇപ്പോൾ ഒരു ജാതി ജാതകം എന്നൊക്കെ പറഞ്ഞ സിനിമ എഴുതിയ തിരേൻ്റെ ഒക്കെ റൈറ്റർ. അപ്പോൾ പുള്ളീൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ 2-3 ശിഷ്യന്മാർ എൻ്റെ കൂടെ വർഷങ്ങളായിട്ടുള്ള 2-3 പേര്, ജോഷി, സുജിത്ത് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെയൊക്കെ ഓരോരോ പടങ്ങൾ നമ്മളിങ്ങനെ ലൈനപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് പ്രോജക്ട്സ്. പിന്നെ 1-2 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം വിനീതിൻ്റെ കൂടെ ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞൊരു പടം റിലീസുണ്ട് അടുത്ത മാസം. പിന്നെ അർജുൻ അശോകൻ്റെ കൂടെ വേറെ തന്നെ എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്ത ലിജു തോമസ് എന്ന് പറഞ്ഞൊരു പുള്ളീൻ്റെ അൻപോട് കൺമണി എന്ന് പറയുന്നൊരു സിനിമ വരാനുണ്ട്. അങ്ങനെയൊക്കെ. ഈ ഡയറക്ഷനും ആക്ടിങ് ഫീൽഡും ഒരു ഡിഫറൻസ് എന്തായിരിക്കും? ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഡയറക്ഷൻ നല്ല പണിയുണ്ട്, ആക്ടിങ്ങിന് വലിയ പണിയൊന്നുമില്ല. ആക്ടിങ്ങിന് പണിയെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ക്രീനിൽ വരുന്ന സമയത്താണ് നമ്മളൊക്കെ ചെയ്യുന്ന ചെറിയ ക്യാരക്ടർ റോളാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പണിയില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഡെഫിനറ്റ്ലി ആ ഒരു ആക്ടറിനെ സംബന്ധിച്ച് പണിയുണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആസിഫ്. അപ്പോൾ അയാളൊരു സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് അയാൾ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇടുന്ന എഫേർട്ട് നമുക്കറിയാം. ചിലപ്പം ബോഡി ആണെങ്കിൽ ബോഡി വേണ്ടി വരും, അല്ലെങ്കിൽ ആ ക്യാരക്ടർ അങ്ങനെ നമ്മൾ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്ര പണിയില്ല. അപ്പോൾ എളുപ്പമാണ് ഇപ്പോൾ ആ ക്യാരക്ടർ മനസ്സിലാക്കുക ചെയ്യാന്നുള്ളത്. ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ A to Z നമ്മൾ അതിൻ്റെ പ്രീ പ്രൊഡക്ഷനും പോസ്റ്റിലും ഫുൾ സിനിമ നമ്മുടെ തലയിലാണല്ലോ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ സാർ പറഞ്ഞല്ലോ, സാറിൻ്റെ മ്യൂസിക് ഡയറക്ടറിനെ പറ്റിയിട്ടൊക്കെ ഇൻ്റർവ്യൂവിൽ നല്ല ഹൈപ്പ് ചെയ്തിട്ട് സാർ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് മൂപ്പരാൾ അമ്പിലേൻ്റെ ഒരു ഇതിന് വേണ്ടി വർക്കിന് വേണ്ടി പോയിട്ടും സാറ് ഹോൾഡ് ചെയ്ത് നിന്നൊക്കെ പറഞ്ഞല്ലോ. വിഷ്ണു വിജയ് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു മ്യൂസിക് ഡയറക്ടറാണ്. അയാളുടെ ഫസ്റ്റ് പടം ഗപ്പി മുതലേ ഐ വാണ്ടഡ് വിഷ്ണു ഫോർ ബിടെക്. അപ്പം അന്നേരം വിഷ്ണു അവൈലബിൾ ആയിരുന്നില്ല. പക്ഷേ ബിടെക്കിന് എനിക്ക് ആസ് ഗുഡ് ആസ് വിഷ്ണു എനിക്ക് രാഹുൽ രാജിനെ കിട്ടി. അയാൾ അതിലത്തെ 1-2 പാട്ട് ഇപ്പോഴും ട്രെൻഡിങ്, മീൻസ് ആൾക്കാർ ഭയങ്കരമായിട്ട് കേൾക്കുന്ന പാട്ടുകളാണ്. ദെൻ ഫൈനലി ഫോർ കാസർഗോഡ് ഐ ഗോട്ട് വിഷ്ണു വിജയ്. പക്ഷേ അഗൈൻ പടം നമ്മൾ വിചാരിച്ചത്ര വർക്കായില്ല. പക്ഷേ വിഷ്ണുസ് വർക്ക് വാസ് വെരി കമൻഡബിൾ. അയാൾ ഭയങ്കര കമ്മിറ്റഡ് ആയിട്ട് നമ്മളൊരു സീനിനെ എങ്ങനെ ഡയറക്ടറിൻ്റെയും അല്ലെങ്കിൽ ഒരു എഡിറ്ററിൻ്റെ കയ്യിൽ നിന്ന് ആ സീൻ പോയി കഴിഞ്ഞാൽ പിന്നെ വിഷ്ണുവാണ് ആ സീൻ ചില സീനുകൾ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പം ഇനി സാറിന് നെക്സ്റ്റ് മൂവിയും വിഷ്ണു സാർ തന്നെയായിരിക്കും? ഡിപ്പെൻസ്. ഞാനിപ്പം നെക്സ്റ്റ് മൂവി ഏതാണെന്ന് എനിക്കറിയില്ല. അപ്പം ചില പെർട്ടിക്കുലർ സിനിമകളാണെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ മ്യൂസിക് ഡയറക്ടർ ഉണ്ടാവും. അപ്പം ചില സിനിമകൾ അങ്ങനെ ഐ ഓൾവേസ് വാണ്ടഡ് ടു വർക്ക് വിത്ത് ഹിം.
ഓക്കെ, ഇനി നെക്സ്റ്റ് മൂവി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആസിഫ് അലി സാറിനായിട്ട് തന്നെ ആയിരിക്കും? എനിക്കറിയില്ല അത്, പക്ഷേ എൻ്റെ ആഗ്രഹം അതാണ്. ഏതൊരു ഇൻ്റർവ്യൂവിൽ ആസിയും പറഞ്ഞിട്ടുണ്ടായി ഇവൻ ഏത് പടം എടുക്കുമ്പോഴും ഞാൻ അതിൽ നായകനാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ അത് എൻ്റെ ആഗ്രഹം അതാണ്, ആസിഫിൻ്റെ കൂടെ വർക്ക് ചെയ്യണം. കാരണം ഞങ്ങൾ തമ്മിൽ വി ഹാവ് എ വെരി സ്ട്രോങ് ബോണ്ടിങ്. എനിക്കൊന്ന് കിളി ബോയ് എന്ന് പറഞ്ഞ സിനിമേൻ്റെ സെറ്റിൽ വെച്ചാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ വി വെരി ടുഗെദർ. ലൈക്ക് ഞാനിപ്പം കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ ഐ സ്റ്റേ വിത്ത് ഹിം. വർഷത്തിൽ നമ്മൾ 1-2 ട്രിപ്പ് പോകാറുണ്ട് പുറത്ത്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അപ്പം അവൻ്റെ മക്കളൊക്കെ എനിക്ക് സ്വന്തം മക്കളെ പോലെയാണ്. ദേ ലൈക്ക് മീ ദാറ്റ് മച്ച്. സോ വി ഹാവ് എ വെരി സ്ട്രോങ് ബോണ്ട്. ഓക്കെ, സാർ പറഞ്ഞല്ലോ സാറിൻ്റെ ക്ലോസസ്റ്റ് ഡിയറസ്റ്റ് ഫ്രണ്ട് ആണെന്ന്. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആസിഫ് അലി സാറിനെ എഗെയിൻസ്റ്റ് ചെയ്ത് വരുന്ന ആ ഒരു ഇഷ്യൂവിന് സാറിന് എന്താണ് കമൻറ്റ് പറയാനുള്ളത് ആസ് എ ഫ്രണ്ട് എന്നുള്ള നിലയിൽ? ആസ് എ ഫ്രണ്ട് എനിക്കൊന്നും അത് ഞാനല്ല പറയേണ്ടത്. ഡെഫിനറ്റ്ലി അത് ആസി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അന്ന് വൈകിട്ട് ഞാൻ അവനെ കണ്ടിരുന്നു ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട്. അപ്പം പുള്ളി എന്നോട് പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നിയില്ല, അങ്ങനെ ഒരു ഇതൊന്നും തോന്നിയില്ല. പുള്ളി പിന്നെ രമേശ് സാറിന് പബ്ലിക് ക്രിയേറ്റ് ചെയ്യുന്നല്ല. പുള്ളി എന്നോട് പറഞ്ഞാൽ എനിക്കങ്ങനെ പുള്ളി എന്നെ ഇതാക്കിയ പോലെ ഒന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ അത് പുള്ളി രമേശ് സർ വാസ് ഇൻ എ വെരി ബാഡ് സ്പേസ്. കാരണം പുള്ളീൻ്റെ പേര് തെറ്റിയിട്ടാണ് വിളിച്ചത്. പിന്നെ ആസീനെ അറിയുന്നവർക്ക് അറിയാം, ആസി ഈസ് എ വെരി ജോവിയൽ പേഴ്സൺ. അയാൾ അങ്ങനെ ഇപ്പം ഞാനും ആസിയും തമ്മിൽ എനിക്കിപ്പോൾ അയാളോട് എന്തും സംസാരിക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പം മുമ്പൊക്കെ ഐ തിങ്ക് ബിടെക്കിൻ്റെ സമയത്ത് ഞാനൊരു എക്സാമ്പിൾ പറയാം അബൌട്ട് ആസിഫ്. ബിടെക്കിൻ്റെ സമയത്ത് നമ്മൾ എവിടേക്ക് ഒരു ദിവസം തന്നെ 3-4 തിയേറ്ററിൽ പോകുന്നുണ്ടായി. അപ്പം പടം ഇറങ്ങിയിട്ട് പടം ആ ഹൈപ്പ് പിടിച്ച സമയമായിരുന്നു. അപ്പം പെരിന്തൽമണ്ണയിലോ പാലക്കാടാവും ചെയ്തൊരു തിയേറ്ററിൽ നിന്ന് കുറേ പിള്ളേർ ഇടിച്ചു വന്നിട്ട് ഇവൻ്റെ മേലിലേക്ക് വീഴുന്നുണ്ട്. അപ്പം ഞാനൊന്ന് ചൂടായി. അപ്പോൾ ആസി എന്നെ തടച്ചിട്ട് പറഞ്ഞു, എടോ അത് അവരുടെ സ്നേഹമാണ്, അങ്ങനെ നമ്മൾ അത് കണ്ടു. അങ്ങനെ പുള്ളി ഓരോരാളെ കൂടിയും പോയി നിന്ന് ഫോട്ടോ എടുത്തു. അങ്ങനെ പുള്ളി അങ്ങനെ ഒരു ഇപ്പം നമ്മൾ എവിടെയെങ്കിലും കാറിൽ പോകുന്നതായിരിക്കും. ഇപ്പം കഴിഞ്ഞ അതിൻ്റെ മുമ്പിലത്തെ ആഴ്ച ആസി പയ്യന്നൂർ വന്നിട്ടുണ്ടായിരുന്നു തലവൻ്റെ പ്രൊമോഷനുമായിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ തിരിച്ചു പോകുന്നതായിരിക്കും ഒരു 5-6 പിള്ളേർ വന്ന് വണ്ടി തടഞ്ഞു, ആസിൻ്റെ വണ്ടി. അപ്പോൾ ഞാൻ ഇവരെന്താ കാണിക്കുന്നത്? അപ്പോൾ ആസി എന്നോട് നീ ചൂടാവല്ലേ, അവർ എടുത്തോട്ടെ, ഒരു ഫോട്ടോ എടുക്കാനല്ലേ എടുത്തോട്ടെ. അങ്ങനെ അതിനെ കാര്യം ആക്ച്വലി അയാൾ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അയാൾ ആ സിനിമ ആക്ച്വലി മറ്റേ വിനീതിൻ്റെ പടത്തിൽ പറയുന്ന പോലെ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന ആളാണ്. അപ്പോൾ അയാൾക്ക് അതിൻ്റെ സ്ട്രഗിൾ അറിയാം, അയാൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാം. ആൾക്കാർ കാണിക്കുന്നത് ആ സ്നേഹമാണെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണ്, നല്ല തിരിച്ചറിവുള്ള ഒരാളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഓവർ എ പീരിയഡ് ഓഫ് ടൈം അയാളിപ്പോൾ ഇത്രയും വർഷമായ സിനിമയിൽ അയാൾക്കത് കൃത്യമായിട്ട് അറിയാം. അതായത് ഇപ്പം രമേശ് സാറിൻ്റെ ആ മൈൻഡ് സെറ്റിലൂടെയാണ് ആസി ചിന്തിക്കുന്നത്. കാരണം വെച്ചാൽ പുള്ളീൻ്റെ പേര് തെറ്റി വിളിച്ചു, പുള്ളീനെ വിളിക്കേണ്ട സമയത്ത് പുള്ളീനെ വിളിച്ചില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കും എന്ന് പറയുന്നത്. പിന്നെ എനിക്കൊന്ന് ആ പറയേണ്ട കാര്യങ്ങൾ അയാൾ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം സംസാരിച്ച ചേട്ടന് നന്ദി. താങ്ക് യു.